ഹേയ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. നമ്മളെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ജീവിതത്തിൽ തന്നെ കേട്ടോ, ഞാൻ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതായത് നമ്മൾ ചില ആൾക്കാരുമായിട്ടൊക്കെ കുറേ സംസാരിക്കും അല്ലേ, നമ്മൾ കുറേ സംസാരിക്കും, ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. ഇപ്പം നമ്മൾ അടുത്ത് അറിയാന്നുള്ള ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുറേ ആൾക്കാരോട് സംസാരിക്കും. പക്ഷെ അവർ എനിക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ കത്തുന്നത്. അതായത് ചിലപ്പോൾ വീട്ടിൽ പോയതിന് ശേഷമായിരിക്കാം, ഇല്ലെങ്കിൽ അവർ പോയതിന് ശേഷമായിരിക്കാം കത്തുന്നത്. അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്ത് പല രീതിയിൽ സംസാരിക്കുന്നുണ്ടാവും. ഇപ്പം എൻ്റെ ഒരു ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്ന ഒരു സമയമായിക്കോട്ടെ, പ്രഗ്നൻസി ടൈമൊക്കെ, ആ ഒരു ടൈമാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും അനുഭവിച്ച് കുറേ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു കലാലൊക്കെ ഉണ്ടാവും. ഒരുപാട് സിറ്റുവേഷൻസ് ഒറ്റയ്ക്ക് മാനേജ് ചെയ്ത് ആ ഒരു ടൈമിലൊക്കെ ഞാൻ ഒരുപാട് ആൾക്കാരിൽ നിന്ന് ഞാൻ ഇങ്ങനെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് കത്തും, അയ്യോ അവർ നമ്മൾ ഇൻസൾട്ട് ചെയ്തല്ലോ, അപ്പോൾ അതിന് ഞാൻ ചുട്ട മറുപടി ഇങ്ങനെ പറഞ്ഞു കൊടുക്കണമല്ലോ, അവരിങ്ങനെ ഇങ്ങനെ പറയണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കും. ഇങ്ങനെ സംസാരിക്കണം, അവരോട് അങ്ങനെ സംസാരിക്കണം, അവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയണം, അവരെ വാ അടയ്ക്കണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കും കേട്ടോ ഗൈസ്. പക്ഷേ അത് ഞാൻ പറയത്തില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ അവരുമായിട്ട് ടോക്ക് ചെയ്യണ സമയത്ത് അവർ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കുപ്പേരി എന്ന രീതിയിൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് കുറച്ച് ആശ്വാസം, അത് പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, എനിക്കൊരാശ്വാസം. പിന്നെ ഞാൻ എന്താക്കി, അതങ്ങ് മാറ്റി വെച്ചു ഗൈസ്. അതങ്ങ് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ എന്താക്കിയെന്ന് അറിയോ, ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നവർക്ക് കാലമുണ്ട്, തെളിയിച്ചു കൊടുക്കല്ലേ, കാലം അവർക്ക് മറുപടി കൊടുക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ശരിയാണ്, ഞാൻ ഒരുപാട് എന്നെ ഇൻസൾട്ടാക്കിയത്. ഇപ്പം എൻ്റെ ബിഫോർ മാരേജിന് മുന്നേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആഫ്റ്റർ ആയിക്കോട്ടെ, ആ ടൈമിൽ എനിക്ക് കിട്ടിയ ഇൻസൾട്ടിൽ എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്തിടങ്ങളിൽ കാലം തെളിയിച്ചു കൊടുത്ത ഒരുപാട് മറുപടികളുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ ഈശ്വര, എന്തൊരു സുഖമാണല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരമൊക്കെ ഒന്നൊരു കുളിർമള എന്നൊക്കെ പറയാം, അതൊക്കെ ഒന്ന് നിറയും. അപ്പോൾ ആ ഒരു ടൈമും അതും എനിക്ക് കാലം തെളിയിച്ച കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ ഗൈസ്. പറയേണ്ടത് ചിലപ്പോൾ പറയും, ചിലപ്പോൾ അത് ചിലവരുടെ മുഖത്തടിക്കുന്ന പോലെ ആയിരിക്കാം, ചിലപ്പോൾ ഉരുളക്കുപ്പേരി ആയിരിക്കാം, ചിലപ്പോൾ ഞാൻ ഒന്നും പറയാണ്ടിരിക്കുന്ന സമയം ഇങ്ങനെ കാലം മറുപടിയും കൊടുക്കും. അപ്പം നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തന്നെയാണോ? അപ്പോൾ ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഗൈസ്, അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നെ വിഷമിപ്പിച്ച, എന്നെ ഇൻസൾട്ട് ചെയ്ത, ഒരുപാട് എൻ്റെ ജീവിതത്തിൽ വന്ന ഒരുപാട് സങ്കടങ്ങൾ മാറ്റിത്തന്ന് ഗുഡ് ബൈ പറഞ്ഞ ആൾക്കാരോട് എനിക്ക് ഒന്നും പറയാൻ പറ്റിയിരുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവരോട് നന്ദി മാത്രമേ പറയാനുള്ളൂ. കാരണം എന്താണെന്നറിയോ, എന്നെ ഇത്രയും ബോൾഡാക്കിപ്പിച്ച അവർക്ക് എൻ്റെ എല്ലാം നന്ദി, എനിക്ക് ഗ്രേറ്റ്ഫുൾ മാത്രമേ ഉള്ളൂ. കാരണം എന്നാണെന്നറിയോ, ഞാനെല്ലാം പഠിച്ചു, ഞാൻ ബോൾഡായി, എനിക്ക് എന്തിനേയും നേരിടാൻ പറ്റും, ഞാനൊരു സ്ട്രോങ് വുമണാണ്. അതെന്നെ ആക്കി അവരോട് എനിക്ക് ഗ്രേറ്റ്ഫുൾ മാത്രമേ. വേറൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് പരിധിയിൽ കൂടുതൽ ഇപ്പോഴെനിക്ക് പരിധിയിൽ കൂടുതൽ വിഷമങ്ങൾ അങ്ങോട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഇൻസൾട്ട് ചെയ്ത് നമ്മൾ ഓരോ കുറ്റപ്പെടുത്തി ഇങ്ങനെ പോയിട്ടുള്ള ആൾക്കാർ അവരങ്ങ് പറഞ്ഞങ്ങ് പോവും. നമ്മൾ എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തൽ മാത്രം കേൾക്കണം, അവർ പറഞ്ഞങ്ങ് പോവും. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, ഈ ഓവർലോഡ് ഇങ്ങനെ എൻ്റെ തലയിലെടുത്ത് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ നടക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടത്തെ ആ ഒരു എന്താ പറയുക, കൂടുതൽ ഭാരം എടുത്ത് ഞാൻ എൻ്റെ തലയിൽ ഞാൻ വെക്കുന്നില്ല. ഞാനിപ്പോൾ അന്നേരം ഉള്ള കാര്യങ്ങൾ അന്നേരം പറഞ്ഞ് ഇതുപോലെ അങ്ങ് തീർന്നു. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ ഞാൻ എടുത്തൊരു ഡിസിഷനാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഇങ്ങനെ എടുത്ത് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ തലയിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊരു ഡിസിഷനിലെത്തി ഗൈസ്. അപ്പം ഇതിങ്ങനെയാണ്, അത് ഞാൻ എടുത്ത ഡിസിഷൻ ഇങ്ങനെയാണ്. നമ്മളെ ഈ ജീവിതമാകുന്ന നമ്മളെ വീടിൻ്റെ ഓണർ ആരാണ്? നമ്മളാണ് അല്ലേ. അപ്പോൾ ആ ഓണറായ ഇപ്പോൾ എൻ്റെ വീട്ടിലോട്ട് ഒരുപാട് ഗസ്റ്റ് വരും. അപ്പോൾ ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ സജഷൻസ് തരും. ചില ഗസ്റ്റുകൾ നമുക്ക് കുറേ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് അവരങ്ങ് നമ്മളെ വിട്ട് പോകും അല്ലേ. അപ്പോൾ നമ്മളും അവരുടെ കൂടെ അങ്ങ് ഇറങ്ങി പോവാതെ എന്താ ചെയ്യുക, ഇട്ടേച്ച് പോയ വൃത്തികേടൊക്കെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് അത് വൃത്തിയൊക്കെ അതങ്ങ് അടിച്ച് തൂത്ത് കളഞ്ഞു കഴിഞ്ഞാൽ തീരും നമ്മുടെ പ്രശ്നങ്ങൾ അല്ലേ. അവരിട്ടിട്ട് പോയ ആ ഒരു ഇതൊക്കെ നമ്മൾ അടിച്ച് തൂത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലീനാവും. അതല്ലാതെ അതൊക്കെ കൂട്ടി വെച്ച് പിന്നെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ നാളെ ഒരു ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാനും അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യാനും ഒരാളുണ്ടാവില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് കടന്നു വരുന്നത് സൈനിങ് ഓഫ്. ബൈ.